ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ജാംസ് അക്കാഡമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടറ്റ് സൈക്കോളജിയിലെ കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് അഥവാ കോൾബർഗിന്റെ സന്മാർഗിക വികസനം. മോറൽ ഡെവലപ്മെന്റ് എന്നാൽ ഒരു വ്യക്തിയുടെ ചില പെരുമാറ്റങ്ങളെക്കുറിച്ചുള്ള ഡെവലപ്മെന്റ് ആണ്. അതായത് ശരിയാണോ തെറ്റാണോ എന്ന ബോധമുള്ളതും റിലീജിയസ് വാല്യൂസ് മതപരമായ മൂല്യങ്ങൾ, സാമൂഹിക മനോഭാവം, സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് എന്നിവയെക്കുറിച്ചുള്ള ഗ്രാജുവൽ ഡെവലപ്മെന്റ് ആണ് മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ധാർമ്മിക വികസനം. ഈ തിയറിയെ സ്റ്റേജ് തിയറി എന്നും അറിയപ്പെടുന്നു. എല്ലാവരും ഒരു ഘട്ടവും ഒഴിവാക്കാതെ തുടർച്ചയായി എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഒരു ബിഹേവിയർ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിങ്കിങ് പ്രോസസ്സാണ് കോൾബർഗിൻ്റെ തിയറിയെ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റിന് 3 ലെവൽസ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്രീ കൺവെൻഷണൽ മോറൽ ഡെവലപ്മെൻറ്റ്, സെക്കൻഡ് വൺ കൺവെൻഷണൽ മോറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് തേർഡ് വൺ പോസ്റ്റ് കൺവെൻഷണൽ മോറൽ ഡെവലപ്മെൻറ്റ്. ഈ സ്റ്റേജസിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീ കൺവെൻഷണൽ സ്റ്റേജിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പണിഷ്മെൻറ്റ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ, സെക്കൻഡ് സ്റ്റേജ് ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റ് ഓറിയൻറ്റേഷൻ. സെക്കൻഡ് ലെവലായ കൺവെൻഷണൽ സ്റ്റേജിന് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഫോർത്ത് സ്റ്റേജ് മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ. തേർഡ് ലെവൽ പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്, ഇതിൻ്റെ ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് സോഷ്യൽ കോൺട്രാക്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് സിക്സ്ത് സ്റ്റേജസ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് വൺ പ്രീ കൺവെൻഷണൽ ലെവൽ, യാഥാസ്ഥിതിക പൂർവ്വഘട്ടം അഥവാ പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം. ഈ ലെവലിൽ മൊറാലിറ്റി എക്സ്റ്റേണലി കൺട്രോൾഡ് ആണ്, അതായത് ധാർമ്മികത ബാഹ്യമായാണ് നിയന്ത്രിക്കുന്നത്. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനോ ശിക്ഷ ഒഴിവാക്കാനോ അല്ലെങ്കിൽ റിവാർഡ് കിട്ടാനോ വേണ്ടിയാണ് കുട്ടികൾ റൂൾസ് ഒബേ ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് സ്റ്റേജാണ് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ്, ശിക്ഷണവും അനുസരണയും. ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ് കുട്ടികളിലാണ് കാണപ്പെടുന്നത്. ഇവിടെ കുട്ടികൾ റൂൾസിനെ ഫിക്സഡ് ആൻഡ് അബ്സല്യൂട്ട്, സ്ഥിരമായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പണിഷ്മെൻറ്റ്സ് അവോയ്ഡ് ചെയ്യാനാണ് കുട്ടികൾ റൂൾസ് ഒബേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ശാരീരികമായ അനന്തരഫലങ്ങളെക്കുറിച്ച്, ഫിസിക്കൽ വെൽബീയിങ്ങിനെ കുറിച്ചാണ് ഈ ലെവൽ ചിന്തിക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റ് ഓറിയൻറ്റേഷൻ അഥവാ പ്രായോഗികമായ ആപേക്ഷികത്വം. ഇവിടെ ബിഹേവിയർ കോൺസിക്വൻസിനെ, പരിണിത ഫലങ്ങളെ ബേസ് ചെയ്താണ് നിർണ്ണയിക്കുന്നത്. ഇവിടെ കുട്ടികൾ ലോസും റൂൾസും പാലിക്കുന്നത് റിവാർഡ്സിനും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുമാണ്. അതുപോലെ തന്നെ ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായി നന്നായിട്ട് പെരുമാറുന്നു. സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഈസ് കൺവെൻഷണൽ ലെവൽ അഥവാ യാഥാസ്ഥിതിക സദാചാര ഘട്ടം. ഈ സ്റ്റേജിൽ അഡോളസൻസിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റേജിൽ സോഷ്യൽ നോംസ്, സാമൂഹിക മാനദണ്ഡങ്ങളാണ് മൊറാലിറ്റിയെ നിർണ്ണയിക്കുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ റൂൾസും ലോസും അനുസരിച്ചാണ് മൊറാലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ലെവലിലെ തേർഡ് സ്റ്റേജാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അഥവാ അന്തർവൈയക്തിക സമന്വയം. ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ എന്നും ഈ സ്റ്റേജ് അറിയപ്പെടുന്നു. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുക, മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുക, അതുപോലെ മറ്റുള്ളവരിൽ നിന്നും റിജക്ഷൻ, ഡിസഫെക്ഷൻ, ഡിസപ്രൂവൽ, നിരസിക്കൽ, അസംതൃപ്തി എന്നിവ ഒഴിവാക്കി പരസ്പരം നല്ല റിലേഷൻസ് പുലർത്തുന്നതും ഈ സ്റ്റേജിലാണ്. ഫോർത്ത് സ്റ്റേജസ് ലോ ആൻഡ് സോഷ്യൽ ഓർഡർ, സാമൂഹിക പാലനം, നിയമവും സമാധാനവും. ഈ സ്റ്റേജിൽ സാമൂഹിക ചിട്ടകൾ, സോഷ്യൽ ഓർഡേഴ്സും ലോസും മെയിൻറ്റെയിൻ ചെയ്യുന്നു. തേർഡ് ലെവൽ ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഈസ് പോസ്റ്റ് കൺവെൻഷണൽ ഓർ പ്രിൻസിപ്പിൾഡ് ലെവൽ അഥവാ യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം. ഈ ലെവലിൽ വ്യക്തി സ്വന്തം സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിന് പുറത്തേക്ക് നീങ്ങുന്നു. മൊറാലിറ്റി, അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾസ്, വാല്യൂസ്, തത്വങ്ങളെയും മൂല്യങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ഈ സ്റ്റേജിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഫിഫ്ത്ത് സ്റ്റേജസ് ലെജിസ്ലേറ്റീവ് സോഷ്യൽ കോൺട്രാക്റ്റ് അഥവാ സാമൂഹിക വ്യവസ്ഥ നിയമപരം. അറ്റ് ദിസ് സ്റ്റേജ് people begin to account for the differing values, opinions and beliefs of other people. ഈ സ്റ്റേജിൽ മറ്റു വ്യക്തികളുടെ വ്യത്യസ്ത മൂല്യങ്ങളെ, അഭിപ്രായങ്ങളെ, വിശ്വാസങ്ങളെ എന്നിവ കണക്കിലെടുക്കാൻ ആരംഭിക്കുന്നു. സോ one should become aware of the wider roles of society to avoid guilt.
അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽസ് ആ സൊസൈറ്റിയുടെ റൂൾസിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ആൻഡ് എംഫസിസ് ഓൺ ദ സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് ദി മെയിൻ്റനൻസ് ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ റൈറ്റ്സും സോഷ്യൽ കോൺട്രാക്റ്റും മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എംഫസിസ് ചെയ്യുന്നു. സിക്സ്ത് സ്റ്റേജ് ഇസ് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അഥവാ സാർവജനീന സദാചാര തത്വം. ഈ സ്റ്റേജ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസും ആബ്സ്ട്രാക്ട് റീസണിങ്ങിനെയും ബേസ് ചെയ്താണ്. ഈ സ്റ്റേജിലാണ് ഡിഗ്നിറ്റി, റെസ്പെക്റ്റ്, ജസ്റ്റിസ്, ഇക്വാലിറ്റി എന്നീ വാല്യൂസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഈ വാല്യൂസ് ഉപയോഗിച്ചാണ് ഇൻഡിവിജ്വൽസ് അവരുടെ ആക്ഷൻസിനെ ഗൈഡ് ചെയ്യുന്നത്. സോ കോൾബർഗിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ കൺവെൻഷണൽ സ്റ്റേജാണ്. 3 to 7 ഇയേഴ്സ് വരെയുള്ള ഏജാണ് പ്രീ കൺവെൻഷണൽ സ്റ്റേജ്. ഈ സ്റ്റേജ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മോറൽ റീസണിങ് ബേസ്ഡ് ഓൺ റിവേർട്ട് ആൻഡ് പണിഷ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കൺവെൻഷണൽ സ്റ്റേജ്. 8 to 13 ഏജ് വരെയാണ് ഈ സ്റ്റേജ്. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മോറൽ റീസണിങ് ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ എത്തിക്സ്. തേർഡ് സ്റ്റേജ് ഇസ് പോസ്റ്റ് കൺവെൻഷണൽ, അതായത് അഡൽട്ട്ഹുഡ്. സ്റ്റേജ് ഫോക്കസ് ചെയ്യുന്നത് മോറൽ റീസണിങ് ബേസ്ഡ് ഓൺ പേഴ്സണൽ എത്തിക്സ്. ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ്. മെയിൻലി യങ് ഏജിൽ തന്നെ കുട്ടികളെ മോറൽ ഡെവലപ്മെൻറ്റ് വികസിപ്പിക്കണം. ഇത് അവരുടെ ഭാവിയിൽ നല്ല തീരുമാനങ്ങൾ, ബെറ്റർ ചോയ്സ് ചൂസ് ചെയ്യാൻ അവരെ ഗൈഡ് ചെയ്യും. അതിൽ നിന്നും കുട്ടികൾക്ക് ശരിയും തെറ്റും ഏതാണ് എന്ന ബോധം സൃഷ്ടിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിൽ കുട്ടികൾക്ക് മോറൽ ഡെവലപ്മെൻറ്റ് പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു കുട്ടി അവരുമായി കൂടുതൽ അടുക്കുന്നവരിൽ നിന്നുമാണ്, അതായത് ക്ലോസ് റിലേറ്റീവ്സിൽ നിന്നുമാണ് മോറൽ ഡെവലപ്മെൻറ്റ് പഠിക്കുന്നത്. അതുകൊണ്ട് അവരിൽ ശക്തമായ ഒരു മോറൽ ഡെവലപ്മെൻറ്റ് വളർത്തിയെടുക്കുന്നതിൽ പാരൻസിനും ഒരു വലിയ പങ്ക് തന്നെയുണ്ട്. മോറൽ ഡെവലപ്മെൻറ്റിലൂടെ കുട്ടികളിൽ ഓണസ്റ്റി ആൻഡ് റെസ്പെക്റ്റ്, സത്യസന്ധതയും ആദരവും, ന്യായമായി വിഭജിക്കാനും ഷെയർ ചെയ്യാനും റെസ്പോൺസിബിലിറ്റിയും എന്നീ വാല്യൂസ് എല്ലാം വളർത്തിയെടുക്കാൻ കഴിയും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ പ്രപ്പോസ്ഡ് ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ? ഓപ്ഷൻ എ പിയാഷെ, ഓപ്ഷൻ ബി വൈഗോട്സ്കി, ഓപ്ഷൻ സി ബ്രൂണ ആൻഡ് ഓപ്ഷൻ ഡി കോൾബർഗ്. ആരാണ് ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ കൊണ്ടുവന്നത്? ആൻസർ ഓപ്ഷൻ ഡി കോൾബർഗ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രോഹിത് ഡസ് നോട്ട് വോണ്ട് ടു അവോയ്ഡ് ഗോയിങ് ടു സ്കൂൾ ഈവൻ ഫോർ എ സിംഗിൾ ഡേ. ദ റീസൺ ഇസ് ദാറ്റ് he thinks it is against the rules of the school. At which level of moral development proposed by Kohlberg does Rohit belong? Option A conventional level, option B pre-conventional level, option C post-conventional level and option D sensory motor level. ഇതിൽ നമുക്ക് കാണാം രോഹിത് എന്ന കുട്ടി സ്കൂൾസിലെ റൂൾസും ലോസും ഒബേ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാതിരുന്നാൽ അത് സ്കൂൾസിൻ്റെ റൂൾസിന് എതിരെ ആണ് എന്നാണ് ഇവിടെ രോഹിത് ചിന്തിക്കുന്നത്. ഇവിടെ ഈ കുട്ടി റൂൾസും ലോസും സോഷ്യൽ ഓർഡേഴ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് കോൾബർഗിൻ്റെ ഏത് ലെവലിലാണ് വരുന്നത്? കൺവെൻഷണൽ ലെവൽ. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ കൺവെൻഷണൽ ലെവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേജ് ഡസൻറ്റ് കം അണ്ടർ കോൾബർഗ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്? Option A conventional level, option B pre-conventional level, option C post-conventional level, option D pre-operational level. സോ നമ്മൾ പഠിച്ചു കോൾബർഗിൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണ്? പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ. സോ ഇതിൽ വരാത്തത് ഓപ്ഷൻ ഡി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ ഒരു കുട്ടി അനുസരണ സ്വഭാവം കാണിക്കുന്നു. കോൾബർഗിൻ്റെ നൈതിക വികസന സിദ്ധാന്തമനുസരിച്ച് അവർ ഉൾപ്പെടുന്നത് ഏതിലാണ്? ഓപ്ഷൻ എ പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം, ഓപ്ഷൻ ബി യാഥാസ്ഥിതിക സദാചാര ഘട്ടം, ഓപ്ഷൻ സി യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. സോ നമ്മൾ പഠിച്ചു ശിക്ഷയിൽ നിന്നും ഒഴിവാകാൻ അല്ലെങ്കിൽ ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ് കാണിക്കുന്നത് ഏത് സ്റ്റേജിലാണ്? പ്രീ കൺവെൻഷണൽ സ്റ്റേജ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൾബർഗിൻ്റെ സന്മാർഗിക വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുസരണയും എന്നത് ഏതു ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ മൂർത്ത മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ ബി യാഥാസ്ഥിതിക സദാചാര ഘട്ടം, ഓപ്ഷൻ സി പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം, ഓപ്ഷൻ ഡി
യാഥാസ്ഥിതിക സദാചാര ഘട്ടം. ആൻസർ ഓപ്ഷൻ സി പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം.